ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് എറണാകുളത്ത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഒരു മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീട്ടിലെത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എറണാകുളത്താണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് എറണാകുളത്തോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവർ ആദ്യം തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മൂന്നാറിലോട്ടാണ്. അപ്പോൾ മൂന്നാറിലോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ മൂന്നാറിൽ. കുറേ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് ഞങ്ങൾ മൂന്നാറിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് റൂമിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയിട്ട് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ കാണാനൊക്കെ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് 2 വാട്ടർഫാൾസൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മഴയൊന്നും ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴല്ലേ മഴയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ ഒരു 3 ആഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ. ഉച്ചയായപ്പോൾ ഞങ്ങൾ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഇത് റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴ. പിന്നെ ഫ്ലവർ ഷോക്ക് എൻട്രൻസ് ടിക്കറ്റ് ഓരോരുത്തർക്ക് 50 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പലതരം ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
ഫ്ലവർ ഷോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മാട്ടുപ്പെട്ടി ഡാമിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ അടുത്ത് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ബോട്ടിങ്ങൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് പോയത് ഈ ബോട്ടിംഗ് സെൻറ്ററിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴും അവർ പറഞ്ഞു ഒരു പാർക്കിംഗ് ഇല്ല, പിന്നെ 1 മണിക്കൂറിന് ശേഷം പിന്നെ ബോട്ടുള്ളൂ. അപ്പോൾ നല്ല തിരക്കായ കാരണം ശേഷം 1 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുന്ന് തിരിച്ച് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് പിന്നെ എക്കോ പോയിൻറ്റിലോട്ടാണ് കേട്ടോ. അവിടെ എക്കോ പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയത്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കണം കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒത്തിരി വണ്ടിയുള്ള കാരണം അവിടെ പാർക്കിംഗ് ഒന്നും അടുത്ത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെയും തന്നെ എക്കോ പോയിൻറ്റിലോട്ട് കടക്കണമെങ്കിൽ ഓരോരുത്തർക്ക് ടിക്കറ്റ് റേറ്റ് 50 രൂപയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അവിടെ എത്തിയപ്പോഴും തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ ഉണ്ട് ബോട്ട്, പക്ഷേ അത് നമ്മൾ മറ്റേ മാനുവൽ ബോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് മോട്ടോർ ബോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും നേരത്തെ കണ്ട ബോട്ടിംഗ് സെറ്റിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ. പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മൾ നേരത്തെ കണ്ട ബോട്ടിംഗ് സെറ്റിലോട്ട് പോയിട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബോട്ടൊക്കെ നിർത്തി വെച്ചെന്ന് പറഞ്ഞു കേട്ടോ. തിരക്ക് കാരണം ബോട്ടൊക്കെ അത് 6 മണി വരെ ഉള്ളൂ. അപ്പോൾ ബോട്ടൊക്കെ നിർത്തി 5 മണിയാകുമ്പോഴേക്കും അവർ ബോട്ടൊക്കെ നിർത്തി കേട്ടോ, തിരക്കുകൊണ്ട്. അപ്പോൾ അതിലും ബോട്ടിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക്. ഈ എക്കോ പോയിൻറ്റ് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് എക്കോ പോയിൻറ്റ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സൺമൂൺ വാലി ബോട്ടിംഗ് സെൻ്ററാണ് കേട്ടോ ഈ ബോട്ടിംഗ് സെൻ്ററിൻ്റെ പേര്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബോട്ടൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെറിയ പാർക്കുണ്ട്, പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പാർക്കാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ബോട്ടിംഗ് സെൻ്ററിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. പിന്നെ അവിടെ റോപ്പ് വേ അങ്ങനത്തെ കുറച്ച് ഗെയിംസ്, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് ഗെയിംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം കൂടി ഞങ്ങളൊരു ഫാമിലി ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ ഫാമിലി ടിക്കറ്റിന് 1500 രൂപയാണ് ഫാമിലി ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് റോപ്പ് വേ അങ്ങനത്തെ കുറേ ഗെയിംസ് കളിക്കുക. അങ്ങനെ കുറേ ടൈം പിള്ളേർ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ അവർ അവിടെ കുറേ കളിച്ചു, റോപ്പ് വേയിലൊക്കെ പോയി അങ്ങനെ കുറേ കളിച്ചു. അവിടുന്ന് നേരെ പോയത് ടീ ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ടീ ഫാക്ടറി പോയി ചായക്ക് കുടിച്ചു. പിന്നെ അവിടുന്ന് ചായപ്പൊടി അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലോട്ട് പോയിട്ടോ. റൂമിലോട്ട് പോയിട്ട് പിന്നെ
അന്ന് പിന്നെ വൈകിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് രാവിലെ കിടന്നുറങ്ങി. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ. ഇത് രാവിലത്തെ വ്യൂ ആണ്. റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ രാവിലെ ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടുന്ന് റൂമിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തന്നെ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 8-8:30 ആകുമ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിലെ വക ഉണ്ട് കേട്ടോ. നമ്മളുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അവിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ഉപ്മാവും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെ ജാമും അതുപോലെ തന്നെ ബട്ടർ ഉണ്ടായിരുന്നു. ഇഡ്ഡലിക്ക് സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളി ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങണം കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ചും കൂടി സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ പോയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ റെഡി ടു ഗെറ്റ് ഫോട്ടോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഫോട്ടോ പോയിൻ്റ് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള. അപ്പോൾ അവർ അപ്പോഴത്തേനും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും കേട്ടോ. ഫോട്ടോസ് A4 സൈസ് പേപ്പറിൽ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് തരും. പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് വണ്ടർ വാലിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ അതിൽ ഓരോരുത്തർക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് 1250 കേട്ടോ. ഓരോരുത്തർക്കുള്ള ടിക്കറ്റ് റേറ്റാണ് 1250. പിള്ളേർക്കും ഒക്കെ അതേപോലെ തന്നെ. അവിടെ തന്നെ കുറേ ഗെയിംസ് ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 35 ഗെയിംസ് ഹോളുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് റോപ്പ് വേ ആയിട്ടും അങ്ങനെ പലതരം ഗെയിംസ് അഡ്വഞ്ചർ ഗെയിംസ് ഉണ്ട് കേട്ടോ. നല്ലൊരു പാർക്കായിരുന്നു കേട്ടോ ഇത്. പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പാർക്കാണ് വണ്ടർ വാലി. നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് 1250 കൊടുത്താലും അതിനുള്ള വർത്ത് ഉണ്ട് കേട്ടോ. അതിനുള്ള വാല്യൂ ഉണ്ട്. അതിനുള്ള ഗെയിംസ് അവിടെ കളിക്കാനുണ്ട് കേട്ടോ. പല അഡ്വഞ്ചറായിട്ടുള്ള ഗെയിംസുകളാണ്. പോയ സമയത്ത് അധികം തണുപ്പൊന്നുമില്ല കേട്ടോ. രാത്രി ഒരു കുറച്ച് തണുപ്പുണ്ടായിരുന്നു. പിന്നെ അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കടലുണ്ടി പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നവരാരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണട്ടോ. കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ കമൻസും എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.